ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ജേണൽ സെറ്റ് ഉണ്ടാക്കിയാലോ? അതും നമുക്ക് സ്വന്തമായിട്ട് കേട്ടോ. ഞാൻ റീസെന്റ് ആയിട്ട് മീഷോന്ന് ഫ്ലിപ്പിന്ന് ഒക്കെ ഒരു 3 ജേണൽ സെറ്റ് മേടിച്ചിട്ട് അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടേനിയല്ലോ. അപ്പൊ അന്ന് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ, ഇതേപോലെ എനിക്കും സ്വന്തമായിട്ട് ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കണം എന്ന്. അപ്പൊ ഞാൻ ആദ്യം എന്തൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാല് അന്നത്തെ ആ ഒരു വീഡിയോ കേട്ടപ്പം അതിന്റെ അടിയിൽ കുറേ ആൾക്കാരെ കൊമന്റ്സ് കണ്ടിട്ടുണ്ട്, ഇനി ഈ ജേണൽ സെറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഭയങ്കര ചീപ്പായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 100 രൂപന്റെ അടിയിലൊക്കെ ആയിട്ട് ഒരു ജേണൽ സെറ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ ഒരു ബിഗിനർ ആണ്, വലിയ ഐഡിയ ഇല്ല, ഇതേപോലെ ജേണൽ കിറ്റ് ഒക്കെ മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ഈ കഥയിലെ മെയിൻ താരം എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് ആണ് കേട്ടോ. പിൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ പിൻട്രസ്റ്റ് പോയിട്ട് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുന്നത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. നമ്മൾ പിൻട്രസ്റ്റിൽ ഒന്ന് കയറുക, എന്നിട്ട് പാറ്റേൺ പേപ്പർ പ്രിന്റബിൾ എന്നൊന്ന് അടിച്ചാൽ നമുക്ക് ഒരുപാട് അടിപൊളി പാറ്റേൺസ് കിട്ടും കേട്ടോ. ഇതേപോലെ സെറ്റ് ആയിട്ടൊക്കെ കിട്ടും. പിന്നെ നമുക്ക് സ്റ്റാമ്പ്സ്, പിന്നെ ഫോൾഡിംഗ് നോട്ട്സ്, അങ്ങനെ നമ്മൾ കോഡ് സ്റ്റിക്കേഴ്സ് എന്തൊക്കെ വേണ്ടോ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിന്റെ മുന്നൊക്കെ വിൻറ്റേജ് ആയിട്ടും എസ്തറ്റിക്സ് ആയിട്ടും ഒക്കെ ഒരുപാട് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ല കേട്ടോ. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല, നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ജേണൽ സപ്ലൈസ് ആണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും ജേണൽ സെറ്റൊക്കെ മേടിക്കുമ്പോൾ അത് ഓരോ തീമിലാണല്ലോ ഉണ്ടാവുക. ഒന്നുകിൽ അത് കളർ തീമിലായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തീമിലായിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ തന്നെ, ഒന്ന് മഷ്റൂം തീമിലും ഒന്ന് സ്റ്റാറി നൈറ്റ് തീമിലും ഇനി. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാറ്റേൺ പേപ്പേഴ്സ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് വെച്ചാൽ, പാറ്റേൺ പേപ്പേഴ്സ്, പിന്നെ ഫോൾഡിംഗ് നോട്ട്സ്, സ്റ്റാമ്പ്സ്, സ്റ്റിക്കേഴ്സ്, വാഷി ടാപ്പ്, ഫ്രെയിം കാർഡ്സ്, കോഡ് സ്റ്റിക്കേഴ്സ്, റൗണ്ട് സ്റ്റിക്കേഴ്സ്, പിന്നെ ലെറ്റേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ്. ഇനി നമുക്ക് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ കുറേ ഫോട്ടോസ് കാണെങ്കിലും നമ്മൾ അതൊന്നും സെലക്ട് ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ സൈസ്, നമ്മളിങ്ങനെ യൂട്യൂബ് റീൽസ് സൈസ് അങ്ങനെ കാണുമല്ലോ, അതിൽ റീൽ സൈസ് എടുക്കുക. ആ സൈസിൽ നമ്മൾ പിന്നെ അടിയിൽ ഇങ്ങനെ പിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അത് നെക്കിയിട്ട് വേണം ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണോ ഫോട്ടോസ് വേണ്ടത് അതൊക്കെ ഇതേപോലെ നമുക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു A4 സൈസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഒരു A4 സൈസിൽ ഇതേപോലെ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ചാനലിൽ നമ്മൾ രണ്ടാമതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇനി സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ. അതിൽ ഇതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനുള്ള പിക്ചേഴ്സൊക്കെ എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ടാണ്. ഇതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിലിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. രണ്ട് രീതിയിലും വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അതൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളർ പ്രിൻ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. A4 സൈസുള്ള ഒരു പേപ്പറിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ 3 പേപ്പറിലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണിക്കുന്നത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി വലിയ സൈസാണ്, A3 സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് 40 രൂപയാണ് വരുന്നത്. ഇതിൽ തന്നെ ഞാൻ അടിയിൽ ഒരു 5 പോളറോയിഡ് സൈസിലുള്ള എൻ്റെ തന്നെ പിക്ചേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. ജേണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പേപ്പറിൻ്റെ എണ്ണൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഇപ്പോൾ സ്റ്റിക്കറും പാറ്റേൺ പേപ്പേഴ്സൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് ബുക്ക് ഉണ്ടാക്കാം കേട്ടോ. എല്ലാ ജേണൽ സെറ്റിലും ഉണ്ടാവുന്നതാണല്ലോ ഒരു A6 സൈസിലെങ്കിലും ഉള്ള ഒരു നോട്ട് ബുക്ക്. അപ്പോൾ നമുക്കിതിൽ ഒരു A5 സൈസിൽ വരുന്ന ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ സ്കെച്ച് ബുക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിന് 30 രൂപയാണ് ആയിട്ടുള്ളത്. ഇതല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ ബുക്ക് മേടിക്കാൻ കിട്ടും. അതിനൊരു 20 രൂപയേ ആവുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ബുക്കാണ് നോക്കി പോയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു A5 സൈസിൽ വരുന്ന ബുക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോന്നിങ്ങനെ സെറ്റാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. ഈ സൈസിനുള്ളത് നമ്മളൊരു 10 എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ചൊരു എസ്തറ്റിക് ലുക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ ഈ തീമിൽ വരുന്ന കുറേ ജേർണലിംഗ് ഐഡിയാസ് ഒക്കെ കാണലുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിലുള്ളത് കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നും ഇതേപോലെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് കട്ട് ചെയ്യാം കേട്ടോ. ഈ ബട്ടർഫ്ലൈൻ്റെ സ്റ്റാമ്പ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ വേറെയും ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് ഫോൾഡിംഗ് പേപ്പർ എന്നും പറയൂ കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ പേപ്പറിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വാഷി ടാപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഈ ചെറിയ ഭാഗത്തുള്ളത്. അത് ഞാൻ നീളത്തിലെടുക്കണം എന്നൊക്കെ ഇനി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ മറന്നു പോയിട്ടുണ്ടായി. അങ്ങനെ ലാസ്റ്റ് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ പോളറോയിഡായിട്ട് ജേർണലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഇങ്ങനെയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് 2 ആക്കിയിട്ട്. നിങ്ങൾക്കിപ്പോൾ കളർ തീമിലൊക്കെയാണ് സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ബ്ലൂ, യെല്ലോ, റെഡ്, വൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീമിൽ കളർ തീം 4 ആക്കിയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു A4 സൈസ് പേപ്പറിൽ ഇങ്ങനെ 4 അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നാൽ അത് നമുക്ക് കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും. ഓരോ തീം ഇങ്ങനെ വേറെ വേറെ തിരിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാം കേട്ടോ. വാഷി ടാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വാഷി ടാപ്പിൻ്റെ തന്നെ റോള് 2 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് ആദ്യം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കത്തെ പേപ്പർ ഒന്ന് കുറച്ച് റിമൂവ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബുക്ക് ഉണ്ടാക്കാം. ബുക്കില്ലെങ്കിൽ നമ്മൾ എന്തിൽ ജേർണൽ ചെയ്യും? അപ്പോൾ ബുക്കാണ് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള ഐറ്റം. ബാക്കിയുള്ള സപ്ലൈസ് ഒന്നും ഇല്ലെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജേർണൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോയിങ് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അതിലെ പേജസ് ഒക്കെ ആ പിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ സാധാരണ ജേർണൽ കിറ്റിൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത് A6 സൈസിലുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ പേജ് ഒരു 2 മടക്ക് മടക്കണം. അതായത് ഇങ്ങനെ മടക്കിയിട്ട് ഒരു മടക്കും കൂടി മടക്കിയാൽ മാത്രമേ A6 ആവുള്ളൂ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് A5 സൈസിലുള്ള ബുക്കാണ് കേട്ടോ. കുറച്ച് വലിയ ബുക്കായിക്കോട്ടെ വിചാരിച്ച്. സാധാരണ ഞാൻ ചെയ്യുന്ന എല്ലാ ബുക്കും ചെറിയ ബുക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് വലിയ ബുക്ക് വേണമെന്ന് തോന്നിയുകൊണ്ട് ഇതേപോലെ വലിയ പേജസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഈ ബുക്ക് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പേപ്പർ അറേഞ്ച് ചെയ്ത് കൊടുത്തല്ലോ അതേമാതിരി വേണം വെക്കാൻ. എന്നിട്ട് ഈ ഒരു ബ്രൗൺ പേപ്പറാണ് ഞാൻ കവറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് 10 രൂപയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ ഡ്രോയിങ് ബുക്കിൻ്റെ ചട്ടുണ്ടല്ലോ അത് ഇതേപോലെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാ നോട്ട്ബുക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാവല് ആ ഒരു മെത്തേഡ് നമ്മൾ പിൻ ചെയ്യുക. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇതേപോലെ മുട്ടുസൂചി വെച്ചിട്ട് 2 ഓട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലങ്ങനെ പിന്ന് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ ബുക്കിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബുക്ക് കേട്ടോ. അങ്ങനെ ബുക്ക് സെറ്റായി. ഇനി ബുക്കിൻ്റെ കവറിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതേപോലെ പുറത്തേക്ക് കുറച്ച് പേജസ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ബുക്കിൻ്റെ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു സ്റ്റിക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കണോ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് കുറേ നേരം ആലോചിച്ചതിന് ശേഷം
ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അതായത് 2 കോർണറിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാന്ന്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോ ഇതിന്റെ നടുഭാഗത്തായിട്ട് ഞാന് ജേർണലിനും കൂടി ഒന്ന് എഴുതി കൊടുക്കണംന്ന് വിചാരിച്ചിട്ടുണ്ടേനി. അപ്പൊ അത് എഴുതി കൊടുക്കാട്ടോ. ജേർണലിനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ കുറച്ച് ബ്ലാക്ക് മാർക്കും കൂടി വന്നോണ്ട് എനിക്കത് ഇഷ്ടാവാത്തോണ്ട് നമ്മള് സ്റ്റിക്കർ പ്രിന്റ് എടുത്തപ്പോ അതില് കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന വൈറ്റ് ഭാഗം ഉണ്ടേനല്ലോ. അപ്പൊ ആ ഒരു ഷീറ്റുമ്മല് ഞാൻ ഇതേപോലെ ജേർണലിന് ഇരിക്കാണ്ട് ആ ഒരു സ്റ്റിക്കർ ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സെറ്റ് റെഡിയായി. പിന്നെ പെട്ടി ഞാൻ ഈ ഒരു പെട്ടിയിൽ ഇങ്ങനെ തൽക്കാലത്തിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങളടുത്ത് നല്ല പെട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ജേർണൽ സെറ്റിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇപ്പനാരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബുക്ക് നമ്മുടെ A5 സൈസിൽ വരുന്ന ഒരു അടിപൊളി നോട്ട്ബുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സ്. ഈ പാറ്റേൺ പേപ്പേഴ്സ് ഈ ഒരു സൈസിലുള്ളത് 3 കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വീണ്ടും കുറച്ചും കൂടി പാറ്റേൺ പേപ്പേഴ്സ് ആണ്. അത് കുറച്ചും കൂടി ചെറിയ സൈസിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഞാനിങ്ങനെ ഗ്രിഡ് ലൈൻ വരുന്ന കുറച്ച് പാറ്റേൺസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലത്തെ 2 കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെന്താ പറയാ, ഫിലിം സ്ട്രിപ്സോ അങ്ങനെ എന്തോ പറയല്ലോ. പിന്നെ 2 വാഷി ടാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ആണ് കേട്ടോ. രണ്ടും ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഡോട്ട് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഡോട്ട് സ്റ്റിക്കേഴ്സ് എന്നോ അതല്ലെങ്കിൽ സർക്കിൾ സ്റ്റിക്കേഴ്സ് എന്നോ അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇത് സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സ് ആൻഡ് ഫോൾഡിംഗ് നോട്ട്സ് അല്ലെങ്കിൽ ഫോൾഡിംഗ് പേപ്പർ എന്നൊക്കെ പറയാം. പിന്നെ ഇതേപോലത്തെ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു 5 പോളറോയിഡ് പിക്ചേഴ്സ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ പിക്ചേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിക്കേഴ്സ് നമ്മൾ ഈ ഒരു സൈസിനും പിന്നെ ഈ ഒരു സൈസിനും അങ്ങനെ 2 സ്റ്റിക്കർ സെറ്റ് ആണ് കേട്ടോ വരുന്നത്. ടോട്ടൽ ഒരു 30 സ്റ്റിക്കറെങ്കിലും ഇതിൽ രണ്ടിലും കൂടി ആയിട്ട് ഉണ്ടാവും. പിന്നെ 2 കോഡ് സ്റ്റിക്കേഴ്സ്. ഇതിൽ ഒരുപാട് കോഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറച്ച് നമ്മുടെ ആൽഫബറ്റ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജേർണൽ സെറ്റിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ജേർണൽ സെറ്റ് അതല്ലെങ്കിൽ ജേർണൽ കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ട്രൈ ചെയ്യാൻ ഒന്നും മറക്കണ്ട കേട്ടോ. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു ബുക്കില് ജേർണലിംഗും കൂടി ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്താലല്ലേ ഈ വീഡിയോക്ക് ഒരു എൻഡിങ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേർണലിംഗും കൂടി ചെയ്യാട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സപ്ലൈസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ എന്തായാലും ഇത്രയും കണ്ടല്ലേ, അപ്പൊ ഇതും കൂടി കണ്ടോളി. എന്നാലല്ലേ ഒരു ഐഡിയ ഇട്ടുള്ളൂ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്.
അങ്ങനെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ ഐഡിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലെ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ഏത് മേടിച്ചാലും കിട്ടൂല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.